നമസ്കാരം. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പരാതിയിലെ അന്വേഷണം അനിശ്ചിതത്വത്തിൽ. ഭൂമി ഇടപാട് കേസിൽ തന്നെ കുടുക്കുവാൻ കടകംപള്ളി ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടതായാണ് സൂചന. പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ നൽകിയ ഗൂഢാലോചന പരാതിയിലാണ് ഇപ്പോൾ അസ്വാഭാവികമായ നടപടികൾ ഉണ്ടാകുന്നത്. തന്നെ വീണ്ടും ജയിലിൽ അടയ്ക്കുവാൻ കടകംപള്ളി സുരേന്ദ്രൻ ഗൂഢാലോചന നടത്തിയെന്നാണ് പോറ്റിയുടെ പരാതി. കഴക്കൂട്ടം സ്വദേശിനിയായ പ്രതിഭ എന്ന സ്ത്രീയെ ഉപയോഗിച്ച് വ്യാജമായി ഭൂമി ഇടപാട് കേസ് ഉണ്ടാക്കിയെന്നാണ് ആരോപണം. നേരത്തെ ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തുവാൻ DGP തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഈ അന്വേഷണം നിലവിൽ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കൈമാറുകയായിരുന്നു. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരം സ്വർണ്ണക്കൊള്ള മാത്രം അന്വേഷിക്കുവാൻ രൂപീകരിച്ച SITക്ക് ഭൂമി ഇടപാടോ മറ്റു ഗൂഢാലോചനകളോ അന്വേഷിക്കുവാൻ നിയമപരമായ അധികാരമില്ല. അന്വേഷണം ഏറ്റെടുക്കുവാൻ കഴിയില്ലെന്ന് SIT നിലപാടെടുത്തതോടെ പരാതിയിന്മേലുള്ള നടപടികൾ പൂർണ്ണമായും നിലച്ചുമട്ടാണ്. അതേസമയം തനിക്ക് MLA ആയ പ്രതിഭയെ മാത്രമേ അറിയാവൂ എന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ പ്രതികരിച്ചത്. എന്നാൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാതിരിക്കുവാൻ ഉന്നതതല ഇടപെടൽ നടന്നുവെന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മാറ്റവും നിയമപരമായ തടസ്സങ്ങളും ചൂണ്ടിക്കാട്ടി ഈ പരാതി ഒതുക്കി തീർക്കുവാനുള്ള നീക്കമാണോ നടക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. പോറ്റിയുടെ പരാതി ഇങ്ങനെയാണ്: 2017 നിയമപ്രകാരം പ്രതിഭയിൽ നിന്നും താൻ 10 സെന്റ് സ്ഥലം വാങ്ങി. 2019 ഇത് വിൽക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ഈ സമയത്ത് പ്രതിഭയ്ക്ക് 3 കോടിയുടെ കടമുണ്ടായിരുന്നു. പണം ലഭിക്കാനുള്ളവർ പ്രതിഭയുടെ വീടിന് മുന്നിലെത്തി ബഹളമുണ്ടാക്കിയപ്പോൾ തുമ്പ പോലീസ് സ്റ്റേഷനിൽ കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടന്നു. പ്രതിഭയെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് കടകംപള്ളി തന്നോട് ആവശ്യപ്പെട്ടു. താനിത് നിരാകരിച്ചു. 2024 താൻ ഭൂമി മറ്റൊരാൾക്ക് വിറ്റു. ശബരിമല കേസിൽ കടകംപള്ളിയെ SIT ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് തനിക്കെതിരെ പരാതി നൽകുന്നത്. തന്നെ കേസിൽ കുടുക്കുവാൻ വ്യക്തിപരമായി കടകംപള്ളിക്ക് ലക്ഷ്യമുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിലെ സെൻസേഷണൽ വിഷയങ്ങളിൽ കടകംപള്ളിക്കെതിരെ അന്വേഷണം ഉണ്ടായാൽ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുവാനും പ്രതിരോധിക്കുവാനും വേണ്ടിയായിരുന്നു പരാതി. തന്നെ സമ്മർദ്ദത്തിലാക്കുവാനും ആരോപണങ്ങൾ വ്യാജമായി കെട്ടിച്ചമയ്ക്കുവാനും കടകംപള്ളി പ്രതിഭയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസെന്ന വൻ വിവാദത്തിന് പിന്നാലെ ഉയർന്ന ഈ ഗൂഢാലോചന ആരോപണം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉയർത്തിയ പരാതി വെറുമൊരു ആരോപണമായി തള്ളിക്കളയാൻ പോലീസിന് ആകില്ല. എന്നാൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഉത്തരവിട്ട് DGPയുടെ നീക്കം അട്ടിമറിക്കപ്പെട്ടതും നിയമപരമായി അധികാരമില്ലാത്ത SITക്ക് ഈ ഗൂഢാലോചന കേസ് കൈമാറിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഭൂമി ഇടപാടിലെ കള്ളക്കളികളും അധികാരം ഉപയോഗിച്ച് പ്രതികളെ ഒതുക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നത് ഇനിയും പുറത്തു വരേണ്ട സത്യമാണ്. MLA ആയ പ്രതിഭയല്ലാതെ മറ്റൊരു പ്രതിഭയെ അറിയില്ലെന്ന് കടകംപള്ളി ആവർത്തിക്കുമ്പോഴും ഈ പരാതിയിലെ വസ്തുതകൾ പരിശോധിക്കപ്പെടാതെ പോകുന്നത് ആരെ രക്ഷിക്കാനാണ്? സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ കഴിയില്ലെന്ന സാങ്കേതികത്വം പറഞ്ഞ പരാതി ഫയലിൽ ഉറങ്ങുകയാണ്. അന്വേഷണം വഴിമുട്ടുമ്പോൾ അഴിമതിയുടെയും ഗൂഢാലോചനയുടെയും നിഴൽ കൂടുതൽ ഇരുളുകയാണ്. സത്യം പുറത്തു കൊണ്ടുവരേണ്ട സംവിധാനങ്ങൾ തന്നെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി ഗൗരവമേറിയതും. നീതിപീഠത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ, അതോ ഈ പരാതിയും ചുവപ്പ് നാടയിൽ കുടുങ്ങി ചരിത്രമാകുമോ എന്ന് കേരളം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.